യേശു പറയുന്നത് പരിശുദ്ധമായ മാമോദീസായെ കുറിച്ചാണ്. ഇത്ര വ്യക്തമായി മാമോദീസായെ കുറിച്ച് പഠിപ്പിക്കുന്ന വേദഭാഗം സുവിശേഷങ്ങളില്ല. അവിടുന്ന് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്നാണ്. സ്വർഗരാജ്യത്തിൽ പോവുകയില്ല എന്നല്ല, സ്വർഗരാജ്യം കാണുക തന്നെ ഇല്ല എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിക്കണമെങ്കിൽ മനുഷ്യൻ ക്രിസ്തുവിൽ ജനിക്കണം. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. ആകയാൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുവാൻ യേശുദമ്പുരാൻ പറയുന്ന മാർഗം, നിങ്ങൾ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന കൂദാശയാണ്, ജനിപ്പിക്കുന്ന കൂദാശയാണ് മാമോദീസ. എന്നാൽ ഈ സുവിശേഷ ഭാഗം തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രായപൂർത്തിയായവരുടെ മാമോദീസായെ കുറിച്ച് പറയുകയും ശൈശവ മാമോദീസ ശരിയല്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഇത് കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിന് ശേഷമാണ്, ക്രിസ്തുവിനോടൊപ്പമാണ് ക്രിസ്തുവിനുള്ള മാമോദീസ ഉണ്ടാകുന്നത്. സഭയിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളോടായിരുന്നില്ല, കുടുംബങ്ങളോടായിരുന്നു. ആകയാൽ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടവരെല്ലാം ഒരുമിച്ച് ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആദിമ സഭയിൽ കുടുംബം ഒന്നാകെ മാമോദീസ സ്വീകരിച്ചിരുന്നു. ഈ മാമോദീസായിൽ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഉണ്ടായിരുന്നു. പിന്നീട് മാമോദീസ സ്വീകരിച്ചിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ശൈശവത്തിൽ തന്നെ മാമോദീസ സ്വീകരിച്ചു. ഇത് കൃത്യമായും നാം അറിയേണ്ടത് യേശുവിന്റെ വചനങ്ങളിൽ നിന്ന് തന്നെയാണ്. സ്വർഗരാജ്യം ആരുടെ പോലെയുള്ളതാണ് എന്നതിന് യേശു പറയുന്നു, ശിശുക്കൾ എന്റെ അടുക്കൽ വരട്ടെ, അവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം. ശിശുക്കളാണ് ദൈവരാജ്യവും ദൈവത്തിന്റെ ആത്മാവും സ്വീകരിക്കുവാൻ ഏറ്റവും യോഗ്യമായ പ്രതലം. പ്രായമാറുതോറും മനുഷ്യ മനസ്സിനും ശരീരത്തിനും ഏൽക്കുന്ന പാപക്കറകൾ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഒരിക്കലും സഹായിക്കുകയില്ല. ആയതുകൊണ്ട് മറ്റൊരവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ മോറോൻ കൊണ്ടും വിശുദ്ധ സൈത്ത് കൊണ്ടും പൂശപ്പെട്ട ശിരസ്സും ശരീരവും കലക്കവെള്ളത്തിൽ കഴുകിയെടുക്കുന്നതല്ല വീണ്ടും ജനനം. അത് കൃത്യമായും മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാവുക എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിറയുക എന്നുള്ളതാണ്. ആത്മാവ് വന്നു കഴിയുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകം മനുഷ്യ ഹൃദയങ്ങളിൽ വന്നു കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. അതുകൊണ്ട് മാമോദീസ ശൈശവത്തിൽ സ്വീകരിച്ച ഏതൊരുവനും ദൈവരാജ്യത്തിന്റെ അവകാശിയാണ്. ദൈവരാജ്യം അവന് അന്യമാവുകയില്ല. അതുകൊണ്ടാണ് നിത്യജീവന് വേണ്ടി ഇന്നയാൾ മാമോദീസ മുക്കപ്പെടുന്നുവെന്ന് കാർമ്മികൻ തന്റെ പൗരോഹിത്യ വിധിപ്രകാരം അരുൾ ചെയ്യുന്നത്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ അവകാശികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഓരോ ഘട്ടങ്ങളിലൂടെ കർത്താവിന് വേണ്ടി സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാണ് സുവിശേഷം സമർത്ഥിക്കുക. ഈ സുവിശേഷ ഭാഗത്തിന്റെ ആദ്യ ഭാഗം നമ്മോട് അരുൾ ചെയ്യുന്ന യേശുവിന്റെ അടുത്തു വരിക, അവനിൽ നിന്ന് കേൾക്കുക, അവന് വേണ്ടി വാദിക്കുക, അവനെ സംസ്കരിക്കുക, അവന് വേണ്ടി ഉദ്ധാനം ചെയ്യുക. ഇതാണ് നിക്കോദേമോസ് നമ്മോട് പറയുക. അതുപോലെ സുവിശേഷത്തിന്റെ മധ്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ആത്മാവിന്റെ പ്രവാഹമായി തീരുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലോകമെങ്ങും, ലോകത്തിന്റെ അതിർത്തികൾ വരെ എനിക്ക് വേണ്ടി സാക്ഷികളാകും. ആകയാൽ പൈതങ്ങളെ പോലെ നിഷ്കളങ്കരായിരുന്നാൽ ആത്മാവിനെ എപ്പോഴും സ്വീകരിക്കാം. പൈതങ്ങളെ പോലെ മലിനതയില്ലാതിരുന്നാൽ ആത്മാവിനെ എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം. ആകയാൽ പരിശുദ്ധ കൂദാശകൾ വഴിയാണ് ആത്മാവ് വർഷിക്കപ്പെടുക. ഈ പരിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ
ആത്മാവ് നമ്മിൽ വന്ന് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിൽ വന്ന് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ പാപങ്ങളും പാപജീവനവും പാപബന്ധനങ്ങളും ബന്ധനത്തിന്റെ വഴികളും അതിന്റെ സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം തകർക്കപ്പെടും. ആകയാൽ ആത്മാവിനാൽ നിറയുവാൻ ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യർക്കും ഇടപെടാതെ അർപ്പിക്കുവാൻ ഈ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ പൗരോഹിത്യത്തിന്റെ കാലയളവില്ലാതെ നിത്യ പ്രധാനാചാര്യനും ആചാര്യ ശുശ്രൂഷ നടത്തുന്നവനും അവയെ സ്വീകരിക്കുന്നവനും കൊല്ലപ്പെട്ടിട്ടും ജീവിച്ചിരിക്കുന്നവനും നിർമ്മല സമാധാന യാഗങ്ങളുടെ ബലിപീഠവും അനശ്വരമായ ഭക്ഷണവും അവസാനിക്കാത്ത ആത്മീയ പാനീയവും എന്നെ ഭക്ഷിക്കുന്നവരിലും ഞാൻ അവനിലും വസിക്കുമെന്നരുൾ ചെയ്തവനും ദൈവാദിദൈവവും കർത്താവും ഉണ്ടായതുമുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകല സൃഷ്ടികളാലും ആരാധിക്കപ്പെടുന്നവനുമാം ദൈവമേ, ദൈവികമായി കുർബാന നിനക്ക് അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കർത്താവിന്റെ മുൻപാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെ ദിവ്യവും സ്വർഗീയമായ വിശുദ്ധരഹസ്യങ്ങളുടെ മുൻപാകെ യുഗവും അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവിന്റെ സ്നേഹാദ്രയാലിന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളുമായി ഉത്തരവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചു പോയവരുടെയും ആത്മാക്കളത്തിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും വലിമഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. മഹത്വത്തിന്റെ നാഥനമായ മെശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരങ്ങളുമാകണമേ. എന്റെ കർത്താവ്, ഞങ്ങളോട് തരമറി ഞങ്ങളുടെ സഹായത്തിനായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മരണം കൈവരിക്കുകയും ഞങ്ങളുടെ പ്രതാപസ്തുതിക്ക് ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്ത നല്ല ഇടയാം ദൈവമേ, നിന്റെ ഇടവക നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ നിർമ്മലമായ സ്തോത്രയാഗം നിനക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് തിരുവള്ളവൾ തോന്നിയതിനാൽ ദൈവമേ, നിനക്കു ഞങ്ങൾ സ്തോത്രം പാടുന്നു. നിന്റെ രക്തത്താൽ സമ്പാദിച്ച നിന്റെ വിശുദ്ധ സഭയിൽ സമാധാനം വർദ്ധിപ്പിക്കണമേ.
ആഹാരം നൽകുകയും ചെയ്യണമേ. നിന്റെ ശ്രീവായിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളെ കാത്തുകൊള്ളണമേ. സംവത്സരത്തെ കൃപയോടെ അനുഗ്രഹിക്കുകയും കായികനികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവർക്ക് സഹായവും സങ്കേതവുമായിരുന്ന നിന്റെ നാമം മഹത്വമുള്ളതാക്കണമേ. ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും മരിച്ചുപോയ വിശ്വാസികളിൽ നിന്നും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും മഹത്വവും സ്തുതിയും അർപ്പിക്കപ്പെടുമാറാകണമേ. ഓശോ മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരീതരുടെയും ആത്മാക്കളെ രണ്ട് ലോകങ്ങളിലും നന്നേക്കും മനസ്സലവരോധികരണ ചെയ്തുകൊണ്ട് ഈ ലോകം സ്വീകരിക്കുന്നവരാകുന്നു. ഞാൻ ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയിൽ നിന്ന് ഏറ്റു ചൊല്ലണം. മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാൻ
നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ആത്മശരീരങ്ങളുടെ പരിശുദ്ധിയോടുകൂടെ തന്നെ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും നിശ്ചയോടും സ്നേഹത്തോടും ശുദ്ധവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യം പരിശുദ്ധമായ കുർബാനയെ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിലെ ഉടയവനായ പിതാവായ ദൈവത്തിന് നന്മയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നാളും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും
തിരുസന്നിധിയെ ചുറ്റി നിന്ന് നിർമ്മല കീർത്തനങ്ങളും ദിവ്യഗാനങ്ങളും ഉച്ചത്തിൽ പാടിക്കൊണ്ട് പ്രകാരം